രേവന്ത് റെഡ്ഡി കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായി ഉന്നയിച്ച വിമർശനങ്ങളും ആരോപണങ്ങളും ഏറെ ചർച്ചയായ വിഷയമാണല്ലോ. പ്രസംഗത്തിൽ പോ മോനെ വിജയ എന്ന് സിനിമാ സ്റ്റൈലിൽ രേവന്ത് റെഡ്ഡി വിളിച്ചത് UDF സൈബർ ഹാൻഡിലുകൾ കൊണ്ടാടിയിരുന്നു. അതിന് പിണറായി വിജയൻ നൽകിയ മറുപടിയും തെലങ്കാന സർക്കാരിനെതിരായ പ്രത്യാരോപണങ്ങളും ഇടത് സൈബർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചു. ഇതുണ്ടാക്കിയ അലയൊലികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ വിഷയമാണ് വോട്ട് കമന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പിണറായി വിജയൻ രേവന്ത് റെഡ്ഡി വാക്പോരിൽ നിങ്ങൾ ആർക്കൊപ്പം എന്ന ചോദ്യമാണ് വോട്ട് കമന്റ് ഇന്ന് മുന്നോട്ട് വെച്ചത്. ന്യൂസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 23,000 പേരാണ് ഈ ചോദ്യത്തിന് വോട്ട് ചെയ്തത്. പ്രേക്ഷകരിൽ 64% പേർ രേവന്ത് റെഡ്ഡിക്കൊപ്പം എന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ 32% പേർ പിണറായി വിജയനൊപ്പം എന്ന അഭിപ്രായമാണ് പങ്കുവച്ചത്. 4% പേർ ആർക്കൊപ്പവുമില്ലെന്നും വോട്ട് ചെയ്തു. ഇനി നമുക്ക് പ്രേക്ഷകർ നൽകിയ കമന്റുകൾ പരിശോധിക്കാം. അപ്പോൾ രേവന്ത് റെഡ്ഡി UDFന്റെ പ്രകടന പത്രിക പുറത്തു വിട്ടുകൊണ്ട് ഇനി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇരുണ്ട കാലം അവസാനിക്കാൻ പോവുകയാണ്. ഇനി 2023 മുതൽ തെലങ്കാനയിലുള്ള സുവർണകാലം ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പോ മോനെ വിജയ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഡയലോഗുകളും അതാണിപ്പം മെയിനായിട്ടുള്ള വിവാദങ്ങൾക്ക് കാരണമായത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 1-2 കമൻറ്റ് വായിച്ചുകൊണ്ട് തുടങ്ങാൻ തോന്നും. അപ്പം ഗീത മോഹൻദാസിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. ബുൾഡോസർ റെഡ്ഡി പെൻഷൻ കൊടുക്കാത്ത സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന മുതലാളിമാർക്ക് വേണ്ടി പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കുന്ന മോദിയെ ജ്യേഷ്ഠ സഹോദരനായി കാണുന്ന മുൻ ABVP-കാരൻ്റെ സർട്ടിഫിക്കറ്റ് പിണറായിക്ക് വേണ്ട. അവൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. ഇവിടെ 0.5% ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ട്. അതുപോലെ ഉത്തമൻ പറയുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോഴും കാളവണ്ടിയിൽ തിക്കിത്തിരക്കി യാത്ര ചെയ്യുന്ന തെലങ്കാനയിൽ നിന്നും വന്ന് വികസിത കേരളത്തെ ആക്ഷേപിക്കുന്ന റെഡ്ഡിയല്ല. അവിടെ ട്രക്കിൻ്റെ പിന്നിൽ അള്ളിപ്പിടിച്ചാണ് സ്ത്രീകൾ കാശും കൊടുത്തു പോകുന്നത്. എന്നിട്ടാണ് അവൻ്റെ ഒരു സൗജന്യ യാത്രാ വാഗ്ദാനം. തുച്ഛമായ പെൻഷൻ 25 മാസം കൊടുക്കാത്തവനാണ് കേരളത്തിൽ 3000 ഉലവ കൊടുക്കാമെന്ന് തട്ടിവിടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ രേവന്ത് റെഡ്ഡിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഈ രേവന്ത് റെഡ്ഡിയുടെ പേര് കുറച്ച് നാളുകൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് വാർത്തകളിൽ നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഇപ്പം എല്ലാവർക്കും അറിയാം, ബുൾഡോസർ രാജുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം നമ്മൾ ഈ ബുൾഡോസർ രാജുമായിട്ട് ബന്ധപ്പെട്ട് രേവന്ത് റെഡ്ഡിയുടെ പേര് വരാൻ കാരണം അന്ന് തെലങ്കാനയിലെ ഒരു ഖമ്മം അവിടെ ഒരു 700ഓളം വീടുകളാണെന്ന് ഈ ബുൾഡോസർ രാജിൻ്റെ ഭാഗമായിട്ട് ഇടിച്ച് നിരത്തിയത്. അത് അനധികൃത കയ്യേറ്റം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഈ വീടുകൾ മൊത്തം ഇടിച്ച് നിരത്തി കളഞ്ഞത്. അപ്പം ഈ ബുൾഡോസർ രാജ് തുടങ്ങുന്നത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? യുപിയിലാണ്. യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ സമയത്താണ് ഈ ബുൾഡോസർ രാജ് ആദ്യമായിട്ട് വരുന്നത്. 2017 മറ്റോ ആണെന്ന് തോന്നുന്നു. അന്നാണ് അന്ന് ഇവിടെ ഈ ക്രിമിനലുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളിൽ പ്രതിയായ ആൾക്കാരുടെ വീടുകൾ അവരൊക്കെ ശിക്ഷ എന്നുള്ള രീതിയിലാണ് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ ഇടിച്ചു പൊളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തുടങ്ങിയത്. പക്ഷേ അവരതിലൂടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലെ അവരുടെ വീടുകൾ ഇടിച്ചു തകർത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്ന പത്രത്തിലൊക്കെ ഭയങ്കര ഇതാണ് ആ ഇമേജ് ഓർമ്മയില്ലേ, മറ്റേ ബുൾഡോസറിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ഇമേജൊക്കെ ഭയങ്കര. അന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ ഇത് എതിർക്കാൻ മുന്നിൽ നിന്ന പാർട്ടിയാണ്. അപ്പം പക്ഷേ ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നോക്കൂ, തെലങ്കാനയിലും കർണാടകയിലുമാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് ബുൾഡോസർ രാജുവായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഈ 2 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. രേവന്ത് റെഡ്ഡി സർക്കാർ ഉള്ള സമയത്താണ് തെലങ്കാനയിൽ ഇത്രയും, അത് സുപ്രീം കോടതി വരെ ബുൾഡോസർ രാജിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയമായിട്ട് കൂടി അതുപോലെ ഈ ഖമ്മത്ത് ഈ കോടതി വിധി നടക്കുന്ന സമയത്താണ് ഈ അനധികൃത ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആളുകളുടെ വീടുകൾ ഇടിച്ച് നിരപ്പാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ പ്രകടന പത്രികയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ, 5 ലക്ഷം വീടുകളാണ് 5 വർഷം കൊണ്ട് കേരളത്തിൽ, അതായത് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയും വീടുകൾ അത് കിടപ്പാടമില്ലാത്ത അത്രയും മനുഷ്യന്മാരുടെ കിടപ്പാടം ഇല്ലാതാക്കിയ ആൾക്കാരാണ് ഇവിടെ വന്നിരുന്ന് ഇത്രയും വീടുകൾ നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെലങ്കാനയിലെ വികസനം അതേപോലെ ഇവിടെ നടപ്പിലാക്കാമെന്ന് പറയുന്നത്. ഇതേ കാര്യം ആദിത്യനാഥ് ചെയ്തത്, അതേ കാര്യം തന്നെയാണ്
രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ചെയ്തിട്ടുള്ളത്. അവരാണ് ഇവിടെ വന്ന് വികസന വാഗ്ദാനങ്ങൾ നൽകുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് പിന്നെ നരേന്ദ്രമോദിയുടെ പിന്നെ സഹോദര തുല്യനാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പം യോഗി ആദിത്യനാഥ് ചെയ്ത കാര്യങ്ങൾ എന്തോ ആണോ അതല്ലേ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഉപമ പിണറായി വിജയന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതൊന്ന് അല്ല, ഇത് ഇപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെയാണ് CPM ഇതിനെ പ്രതിരോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺഗ്രസ് അധികാരത്തിൽ നാളെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് സാധാരണക്കാരായ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുക. അതായത് തെലങ്കാനയും കർണാടകയിലും എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് പാവപ്പെട്ട ജനങ്ങളെ കോൺഗ്രസ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് CPM പ്രധാനമായും വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പം ഖമ്മത്തെ കാര്യം പറഞ്ഞ പോലെ കർണാടകയിലെ യലഹങ്കയിലും സമാനമായ രീതിയിലാണ്, അവിടെ കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ യലഹങ്കയിലും സമാനമായ രീതിയിലാണ്, വലിയ രീതിയിലാണ് ഈ ബുൾഡോസർ വീടുകൾ തകർക്കപ്പെടും സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ സർക്കാർ, അതായത് കേരളത്തിലേക്ക് വരുമ്പം LDF സർക്കാർ അല്ലെങ്കിൽ LDF ഇപ്പം തെരഞ്ഞെടുപ്പിന് ഭാഗമായി നിൽക്കുന്ന സമയത്ത് LDF പറയുന്നത് ഞങ്ങളിവിടെ ഒരു ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആളുകളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ടൗൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട വിമർശനം തന്നെ അതാണ്. അതെ, CM തന്നെ നേരിട്ട് കോൺഗ്രസ് തെലങ്കാനയിൽ ഇതിങ്ങനെ അവർ എന്താണ് ചെയ്യുമ്പോൾ അതിന് ഉദാഹരണമാണ് ഇത് തെലങ്കാനയിലും അതുപോലെ ഖമ്മത്തൊക്കെ നടന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇൻക്ലൂസീവാണ്, ഞങ്ങൾ ഇതെല്ലാവരും ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. രേവന്ത് റെഡ്ഡി ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള നമ്മളെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യേണ്ടാത്ത വിഷയങ്ങൾ വരെ ഇതിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ പ്രതീക്ഷ അതിനും ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും. ഓക്കെ, ഇതിൽ കമന്റ് ഉണ്ട്, കമന്റിലേക്ക് പോകുന്നു. പൊന്നമ്മ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്, ഇവനൊക്കെ അവൻ്റെയൊക്കെ സംസ്ഥാനം നന്നാക്കിയിട്ട് പോരെ കേരളത്തിൻ്റെ കാര്യത്തിൽ തലയിടാൻ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ കേരളം രാജ്യത്തിന് മാതൃകയാണ്, നമ്പർ 1 ആണ്. കേരളം ഇവിടെ ഭരിക്കാൻ അറിയാവുന്ന ജനപ്രതിനിധികളുണ്ട്, നിൻ്റെ ഒന്നും ഉപദേശം ഇവിടെ വേണ്ട എന്നാണ് കമൻറ്റ്. അതിലൊരു പൗലോസ് പറയുന്നത്, രേവന്ത് റെഡ്ഡി എന്ത് കാര്യത്തിലാണ് കേരളത്തെക്കാൾ മുന്നിൽ നിൽക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഗതിനെ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഈ ഖമ്മം എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ ഇപ്പം പുതുതായിട്ട് വന്ന അവരുടെ കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള അതായത് ഭൂമി അതല്ലേ, ഭൂമിയുടെ വിഷയമല്ലേ. അതായത് ഭൂമി ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട്രേറ്റ് വന്നതോടുകൂടി വില കുത്തനെ ഉയർന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി സ്വാഭാവികമായും അതിന് വില ഉയരും. അപ്പം അതൊരു ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ കുറേ കോൺഗ്രസ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഒക്കെ അത് അവിടുത്തെ ഒരു പഴയ മുൻ മന്ത്രിയായിട്ടുള്ള പൂവട അജയകുമാർ പുള്ളി അത് പറയുന്നുണ്ട്. അതായത് ഇത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായി ഇവർ ഈ വിഷയത്തിനെ കാണുന്നതെന്നുള്ളത് പറയാം. അപ്പൊ ഇതിൻ്റെ അടുത്ത് ഈ മുഖ്യമന്ത്രിയെ പോ മോനെ വിജയ എന്ന് വിളിച്ചതാണല്ലോ, അത് വലിയ രീതിക്ക് ചർച്ചയാവുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസ് ഡയലോഗുകൾ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാകുമ്പോൾ കേരളത്തിന് പുറത്തുള്ള വലിയ വലിയ നേതാക്കൾ കേരളത്തിൽ വരും, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വരുന്നു. ഇവർ വന്നിട്ട് മലയാളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയും, ഇത് നമുക്ക് വാർത്തയാകും. ഇത് കുറച്ച് നാളായിട്ട് ഇതൊരു പതിവ് കാഴ്ചയാണ്. വൃന്ദാകാരാട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട KC വേണുഗോപാലിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുമല്ലോ ഈ വാക്കുകളൊക്കെ. ഇപ്പം രേവന്ത് റെഡ്ഡിക്കും പറഞ്ഞു കൊടുത്തിയായിരിക്കും. അല്ലാതെ ഇതിന്റെ അർത്ഥം എന്തെന്നാന്നൊക്കെ വൃന്ദാകാരാട്ടിന് വൃന്ദാകാരാട്ടിനോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിക്കോ ഇതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം വൃന്ദാകാരാട്ട് പക്ഷെ കുറച്ചുകൂടി കേരളമായിട്ടൊക്കെ അറിയില്ല. എന്തായാലും ഷാരൂഖ് ഖാൻ വന്ന പാട്ട് പാടി മലയാളികളാണ്, നമുക്കിതൊക്കെ കൗതുകമാണ്. ഇതൊക്കെ പിന്നെ റീൽ കട്ടുകളായിട്ട് പോവാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി പറഞ്ഞതിനകത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കോൺഗ്രസ് ക്യാമ്പുകളെ പുളകം കൊള്ളിക്കാന്നുള്ളത് തിരിച്ചാലും മറിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ പറയുന്നത് എന്തിനാണ്? അവർക്ക് അവരുടെ സർക്കിളുകളിൽ വല്ലാതെ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കുറെ ഇതല്ലാതെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ വേറെയും രേവന്ത് റെഡ്ഡി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ പക്ഷെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടിയും ഇങ്ങനെ കണക്ക് നിരത്തി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കേരളത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും കൂടുതലാണെന്നാണ് രേവന്ത് റെഡ്ഡിയുടെ ഒരു വിമർശനം. 2023-24 നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1-ാം സ്ഥാനത്താണ്, തെലങ്കാന ഉള്ളത് 6-ാം സ്ഥാനത്ത്. പിന്നെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ചിട്ട് കേരളത്തിലെ
നിരക്ക് 0.5 ആണ്. അത് തെലങ്കാനയിൽ 5.88 ആണ്. അങ്ങനെ തെലങ്കാനയിൽ ദാരിദ്ര്യ നിരക്ക് 5.88%. അപ്പോൾ സാക്ഷരതയിൽ കേരളം 95% മുകളിലാണ് കേരളത്തിൻ്റെ നിരക്ക്. അപ്പോൾ അങ്ങനെ രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഡിഫെൻഡ് തിരിച്ചിട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തുള്ള വിമർശനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെറുതെ ഉണ്ടാവുന്നത് മാത്രമാണ്. അല്ല, 2 കമൻറ്റുകൾ വായിക്കാന്ന് പറഞ്ഞാൽ പ്രദീപ് പാസ്കൽ പറയുന്നത്, ഇനി ജനകീയ കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ പാർട്ടിക്ക് വളരെ ശക്തമായ പുതിയൊരു നേതൃത്വം അധികാരത്തിലെത്തേണ്ടതാണ്. ശിവൻകുട്ടി പറയുന്നത്, 2 മുഖ്യമന്ത്രിമാർ മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ലെങ്കിലും മാന്യത കൊടുക്കണം. പിന്നെ രവീന്ദ്രൻ പറയുന്നത്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ജോക്ക് ടു കമ്പയർ കേരള വിത്ത് തെലങ്കാന. ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ഇന്ത്യ സെവറൽ ടൈംസ്. വൺ തിങ് ഐ ക്യാൻ സേ, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ ആർ uncomparable. We have decentralized development, rather concentrated development in other states. Just go and see the rural village of Telangana and compare with Kerala. ഇതിനകത്ത് വേറെ കുറച്ച് അഭിപ്രായങ്ങളും കൂടെ വന്നിട്ടുണ്ട്. ഒരു മുഹമ്മദ് നിസാർ പറയുന്നുണ്ട്, 5 വർഷം മുമ്പ് പ്രതിശീർഷ വരുമാനത്തിൽ കേരളം 5ാം സ്ഥാനത്തും തെലങ്കാന 6ാം സ്ഥാനത്തുമായിരുന്നു. ഇപ്പോൾ കേരളം 8ാം സ്ഥാനത്തും തെലങ്കാന 1ാം സ്ഥാനത്തുമാണ്. പിന്നെ അതിനകത്ത് ഈ ഷമീർ റിപ്ലൈ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബുൾഡോസർ വെച്ച് ആളുകളുടെ കിടപ്പാടം ഇടിച്ചു നിരത്തുന്നില്ല. ഒരു കാലത്ത് DK ആയിരുന്നു, പിന്നെ സിദ്ധരാമയ്യായി, ഇപ്പോൾ റെഡ്ഡി, ഇനി മാറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചാറ്റ് ജി പി ടിയിൽ അടിച്ചെഴുത്താൽ തന്നെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയത്ത് തന്നെ ഇപ്പം രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ തെലങ്കാനയിലെ വികസനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക്. വേണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് തരാം, വന്നൊന്ന് കണ്ടു നോക്കിയോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും ഇപ്പം ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് രേവന്ത് റെഡ്ഡിനെ തന്നെ കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അതാണ്. അവർ മുന്നിൽ വെക്കുന്നത് തെലങ്കാന മോഡൽ വികസനമാണ്. തെലങ്കാനയും കർണാടകയും ഈ 2 സ്ഥലത്തും കോൺഗ്രസ് ആണ്. അവിടുത്തെ വികസനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം രേവന്ത് റെഡ്ഡിനെ തന്നെ കൊണ്ടുവന്ന് ഇതാക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം അത് തന്നെയാണ്. തെലങ്കാന മോഡൽ വികസനം ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കും. അതാണ് കൃത്യമായിട്ട് UDF ഇപ്പം മറ്റേ KSRTCയിലെ കാര്യമൊക്കെ, KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ, അതൊക്കെ തെലങ്കാനയിലും കർണാടകയിലും നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും എന്നുള്ളതാണ് UDF കൃത്യമായിട്ട് അവരുടെ പ്രചരണത്തിൽ പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണല്ലോ LDF പ്രചരണം കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ UDFന് ഒരുപാട് കാര്യങ്ങൾ അവിടെ തെലങ്കാനയിലും ഇതേപോലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം വികസനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പം ഭാരത് ഫ്യൂച്ചർ സിറ്റി, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം അവിടെ വളരെ മുന്നിലാണെന്നാണ് പറയുന്നത്. അതുപോലെ മൂസി നദി പുനരുജ്ജീവനം, അതുപോലെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലാണ് മറ്റേ ട്രാൻസ്ജെൻഡറുകൾക്കും സ്ത്രീകൾക്കും ഒക്കെ സൗജന്യ യാത്ര, അതെന്തോ മഹാലക്ഷ്മി പദ്ധതി. പിന്നെയുള്ളത് മറ്റേ പാചകവാതകം 500 രൂപയ്ക്ക് കൊടുക്കുക. അതവിടെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഇവരുടെ പദ്ധതിയായിരുന്നു. അതുപോലെ ഗൃഹജ്യോതി, അതായത് അർഹരായ കുടുംബങ്ങൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി കൊടുക്കുന്ന പരിപാടിയാണ്. അതുപോലെ 31,000 കോടി രൂപയുടെ കാർഷിക തടങ്ങൾ എഴുതിത്തള്ളും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതുപോലെ 1.25 കോടി കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, അത് ഇന്ദിരാമ ഇൻഷുറൻസ് പദ്ധതി ആണ്. അത് ഇവിടെ കൊണ്ടുവന്നത് UDF 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പം അവിടെ 5 ലക്ഷം ആണെങ്കിൽ അത് 25 ലക്ഷമാക്കിയിട്ട് ഇവിടെ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രായോഗികത നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയുന്നത് 2047 തെലങ്കാനയുടെ $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള തെലങ്കാന റൈസിംഗ് 2047. ഇതാണ് ഇവരുടെ ഈ ഒരു വിഷൻ കേന്ദ്രീകരിച്ചിട്ടാണ് തെലങ്കാന അവരുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്, ഈ മാതൃക കാണിച്ചിട്ടാണ് ഇപ്പം കേരളത്തിൽ UDF പ്രചരണം നടത്തുന്നത്. അതായത് ഇവരെ മാതൃകയ്ക്ക് മുന്നിൽ വെച്ചിട്ടാണ് ഇവരുടെ പ്രകടന പത്രികയിലുള്ള കുറെ കാര്യങ്ങൾ പോലും എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് അത്രത്തോളം സാമ്യമുണ്ട് പല കാര്യങ്ങൾക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ പറയുന്ന സമയത്തെ ഇതിൽ വിമർശനങ്ങൾ
അതായത് തെലങ്കാനയ്ക്കകത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ LPG ഭയങ്കര അവിടെ എന്താണ് സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് സക്സസ് അല്ലെന്നും 1-2 തവണയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് വർഷത്തിൽ എന്നല്ലാതെ പിന്നെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ള വിമർശനം അവിടുത്തെ പ്രതിപക്ഷം കാര്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയായിരുന്നു ബജറ്റ്. ഇപ്പം ബജറ്റ് അതിനെ വ്യാജ ബജറ്റ് എന്നാണ് അവിടുത്തെ പ്രതിപക്ഷം വിളിക്കുന്നത്. കാരണം അതിൽ പറയുന്നത് ഇപ്പോൾ ഈ 6 ഗ്യാരണ്ടി അതിപ്പോൾ സമാനമായി ഇവിടെ കേരളത്തിലും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 5 ഗ്യാരണ്ടി 6 ഉണ്ടെന്നും പറയുന്നുണ്ട് പദ്ധതികളുടെ വ്യത്യാസം. പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന ഈ 6 ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടികളൊന്നും കൃത്യമായിട്ട് അവിടെ നടപ്പാക്കുന്നില്ലെന്നും അതിന് തുക ബജറ്റിൽ മാറ്റി വെച്ചതിൽ പ്രശ്നമുണ്ട്. അവിടെ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് അല്ലേ അവിടെ വലിയ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ 56,000 കോടിയായിരുന്നു മുന്നത്തെ ബജറ്റിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കായി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ ബജറ്റിലേക്ക് വന്ന സമയത്ത് 50,000 കോടിയായിട്ട് അത് കുറച്ചു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇത്രയും വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത്രയും കുറഞ്ഞ തുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നടപ്പാക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പിന്നെ അതിൽ പറയുന്നത് പെൻഷൻ, RTC ജീവനക്കാർ, ആശാ വർക്കർമാർ, SC ST OBC വിഭാഗങ്ങൾ. അപ്പം അതായത് ഇവർക്കൊന്നും ഈ ബജറ്റിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് കമന്റുകളായിട്ടും വന്നിട്ടുണ്ട്. അതായത് ഇത്തരം അത് മുഖ്യമന്ത്രി തന്നെ അതായത് ഇവിടെ ഇപ്പം രേവന്ത് റെഡ്ഡി വന്ന സമയത്തും പറയുന്നത് എന്താണ്, ഇത്രയും വലിയ പെൻഷൻ തുക ഇത്രയും മാസങ്ങളായിട്ട് പിടിച്ചു വെച്ചിട്ടുള്ള രേവന്ത് റെഡ്ഡി സർക്കാരാണോ ഇവിടെ വന്നിട്ട് വികസനത്തെക്കുറിച്ച് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അതേപോലെ ഇന്ദിര ആത്മീയ ഭരോസ തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം പദ്ധതികളൊന്നും പരിപൂർണമായി നടപ്പിലാക്കപ്പെടുന്നില്ലെന്നും ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം. ഞാൻ അതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇതിൽ കമൻ്റ് ഉണ്ട്. കമന്റ് പറയുന്നത് ലാൽമോൻ പറയുന്നത് പിണറായിയുടെ വിചാരം പുള്ളിയാണ് കേരളം ഇങ്ങനെ ആക്കിയതെന്നാണ്. കടം മേടിച്ച് ഭരിച്ച് കട്ടുമുടിപ്പിച്ചു. അടിസ്ഥാന വികസനത്തിൽ കേരളം എന്നും മുൻപന്തിയിലായിരുന്നു. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഫണ്ട് NRI മണിയാണ്. അത് വരുമ്പോൾ ആളുകൾ നല്ല വീട് പണിയും, വാഹനങ്ങൾ വാങ്ങും, കുട്ടികൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കും, നല്ല ചികിത്സ നൽകും. ഇങ്ങനെ ആകുമ്പോൾ ആയുസ്സും കൂടും. ഇതൊന്നും ഇടതിൻ്റെയോ വലതിൻ്റെയോ നേട്ടമല്ല എന്നാണ് ആ കമന്റ്. ഹനിമോൻ പറയുന്നത് എന്നാൽ പിന്നെ സംഖ്യയുടെ നേട്ടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മളെ കമന്റ് ബോക്സ് ഇന്ന് നല്ല രസമായിരുന്നു. കമന്റ് ബോക്സിൽ തന്നെ അതെ, അതായത് ഒരു കമന്റ് അതിനുള്ള മറുപടി തിരിച്ച് അങ്ങനെയാണ്. അതിൽ ഇപ്പം അതിന് വന്നൊരു റിപ്ലൈയും ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈയും അങ്ങനെ തന്നെയാണ്. പിണറായിയുടെ വിചാരം മാത്രമല്ല ഏതൊരു നിഷ്പക്ഷ മതിയും അങ്ങനെയാണ് വിചാരിക്കുക. ചില കുരുടന്മാരും കുരുട്ടുബുദ്ധിക്കാരും ഒഴികെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ് നടക്കുന്നത്. അല്ല ഇവിടെ നമ്മളെ LDF സർക്കാർ വികസനമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. 10 വർഷത്തെ അവരുടെ വികസനവും അതിന്റെ തുടർച്ചയാണല്ലോ അവർ ഇനി ഭരണ തുടർച്ചയ്ക്ക് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ രേവന്ത് റെഡ്ഡി സർക്കാരും അവരും തെലങ്കാന വികസനമാണ് മുന്നിൽ വെച്ചേക്കുന്നത്. അവിടെ പ്രതിപക്ഷം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതുപോലെ തന്നെയാണ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം LDF സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രേവന്ത് റെഡ്ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ABVP പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ അല്ല ഒരു ബിസിനസ് കുടുംബമാണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളി ABVP കാരനാണെന്നാണ് ഇപ്പോൾ ഇടത് സൈബർ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ പുള്ളി ABVP കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 2002 തെലങ്കാന രാഷ്ട്ര സമിതിയിൽ ചേരുന്നത്. അവിടെ ഒരു വർഷം പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് 2003 അത് വിട്ടിട്ട് 2006 സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിക്കുന്നുണ്ട്. പിന്നെ ഒരു വർഷത്തിന് ശേഷം 2007 TDP ചേർന്നു. എന്നിട്ട് 2014 മുതൽ 2017 വരെ അവിടുത്തെ നിയമസഭാ കക്ഷി നേതാവായിരുന്നു. അത് കഴിഞ്ഞ് 2017 TDP വിട്ടിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. എന്നിട്ട് 2023 തെലങ്കാനയുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി. ഇതിന്റെ ചരിത്രം രേവന്ത് റെഡ്ഡിയുടെ ചരിത്രം വരെ ഇവിടെ ആളുകൾ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡയലോഗിന്റെ പേരിൽ ഒരു പരിധിവരെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച പരിചയം ഉണ്ട് എന്നുള്ളതാണ്. അല്ലേ ഇതുവരെ ഒരു ഈ പറഞ്ഞ പോലെ UDFന്റെ ഇവിടുത്തെ കാര്യങ്ങൾ കേരളത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു. കർണാടകയിലെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ നടക്കുന്നു, അവിടുത്തെ വികസനം ഇവിടം വരെയായി, വല്ല വികസനം പാളിച്ച ഉണ്ടോ, ഇതൊക്കെ അന്വേഷിക്കലായി. ഇത്രയും കാലം ഇവർ തെലങ്കാന വികസനം മോഡലാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഇവിടെ ചർച്ചയായിരുന്നില്ല. നിരന്തരം പിന്നെ രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ പാരമ്പര്യം വരെ ചർച്ചയായി. അത്ര ഉണ്ടായത്. ഇപ്പൊ ബാബുരാജ് പറയുന്നത് കേരളത്തിൽ ഉള്ളതിന്റെ 1/4 വികസനം
പോലും ഈ പറയുന്ന തെലങ്കാനയിലുണ്ടോ? ഡയലോഗ് അടിക്കാനൊക്കെ ആർക്കും കഴിയും. പിണറായി വികസന നായകൻ തന്നെ. അതിന് റിപ്ലൈ ആയിട്ട് തെലങ്കാനയിലുള്ള ഈ വികസനം ആണ് കേരളത്തിൽ ഉള്ളത് ഒന്ന് ഏത് വികസനമാണ്? ഓക്കെ, തെലങ്കാനയിലുള്ള ഏത് വികസനമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് കാണിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പിണറായി വിജയനെയും മുഖ്യമന്ത്രിയും ചേർത്തിട്ട് മോദി ബ്രദേഴ്സ് എന്നാണല്ലോ പറഞ്ഞത് രേവന്ത് റെഡ്ഡി. പക്ഷേ ഇതേ രേവന്ത് റെഡ്ഡിനെ നരേന്ദ്രമോദിനെ ചെന്ന് കണ്ടുവെന്നും പറഞ്ഞിട്ട് അവിടെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അല്ല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആവശ്യങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി അതെ ഉണ്ടായിരുന്നു. പക്ഷെ രേവന്ത് റെഡ്ഡി നരേന്ദ്രമോദിയെ വിളിച്ചത് ബഡേബായി എന്നായിരുന്നു. അതാണ് വിമർശനം. കണ്ടതിന്റെ അല്ല വിമർശനം, ഇങ്ങനെ വിളിച്ചു എന്നുള്ളതാണ് വിമർശനം. പിന്നെ മോദിയെ കണ്ടതിൻ്റെ പേരിൽ അവിടെ ഇദ്ദേഹം പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മോദിയെ അല്ല, അമിത്ഷായെ അല്ല, സംസ്ഥാനത്തിന് വേണ്ടിയിട്ട്, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ആരെ ചെന്ന് കാണണോ അവരെ ചെന്ന് ഞാൻ കാണും, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഇലക്ഷൻ വരെ പറയാനുള്ളതാണ്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് വികസനം മാത്രമാണ്. വികസനമാണ് ലക്ഷ്യം. ഇതാണ് രേവന്ത് റെഡ്ഡിയുടെ പോളിസി. അതിനെ പറയുമ്പോഴാണ് നേരത്തെ ഈ KCR ഉണ്ടായിരുന്ന സമയത്തെ KCR എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയായിട്ട് ഒരു തരത്തിലും കോംപ്രമൈസിന് തയ്യാറാവാത്ത മനുഷ്യനാണ്. ഈവൻ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കാൻ പോലും തയ്യാറാവാതെ അവിടെ മറ്റേ മോദിയുടെ ചെറിയ ഫ്ലെക്സ് വെച്ച് വലിയ ഫ്ലെക്സ് വെക്കും, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്. പക്ഷെ രേവന്ത് റെഡ്ഡിയിലേക്ക് വന്നപ്പം അത് മാറി, സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു സാഹചര്യമൊക്കെ അങ്ങ് മാറി. നിശ്ചിതമായിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുക അല്ലെങ്കിൽ BJPയെ വിമർശിക്കുക എന്നുള്ളൊരു സാധനം രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തു നിന്നാണ്. മോദി വിരുദ്ധൻ BJP വിരുദ്ധൻ അതായിരുന്നു KCRന്റെ കണ്ടിരുന്നത്. പക്ഷെ രേവന്ത് റെഡ്ഡിക്ക് അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇല്ല. ഇവിടെ പിണറായി വിജയനെതിരെ ആരോപിക്കുന്നതല്ല, അവിടെ രേവന്ത് റെഡ്ഡിക്കെതിരെ ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, പക്ഷെ നമ്മൾ കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞ അതേ സംഗതി തന്നെയാണല്ലോ. അതായത് മുഖ്യമന്ത്രി ആയാൽ സംസ്ഥാനത്തിന്റെ ഫണ്ടിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെല്ലേണ്ടി വരും. അല്ല, അതിവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് നരേന്ദ്രമോദി വരുമ്പോ ചെല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് 1-2 കമന്റും കൂടെ വായിക്കാൻ തോന്നുന്നു. അവസാനിപ്പിക്കും. അതെ, നാഫിസ് ആലഞ്ചേരി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിമാർ ഇങ്ങനെ പരസ്പരം പോരടിക്കുന്ന രീതി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ അല്ലേ. പിന്നെ ഹംസ പറയുന്നുണ്ട്, 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി, അത് നടന്നില്ല. 22 മാസം കുടിശ്ശിക ആക്കിയിട്ട് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നു. അതാണ് രേവന്ത്. തെലങ്കാനയിലെ കാര്യമാണ്. അയാളോടാണ് കൃത്യമായി 2000 കൊടുക്കുന്ന പിണറായിയെ തുലനം ചെയ്യുന്നത്. ബുൾഡോസർ ഓടിച്ചു കയറ്റി പാവപ്പെട്ടവരുടെ കൂരകൾ തകർക്കുന്ന രേവന്ത് ലൈഫ് പദ്ധതി വഴി 4 ലക്ഷം വീടുകൾ പാവങ്ങൾക്ക് പണിത് നൽകിയ രാജ്യത്ത് ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകിയ പിണറായിയോട് ആണ് വികസനത്തെക്കുറിച്ച് പറയുന്നത്. കളിയാക്കിയതാണ്. അതെ, എനിക്ക് തോന്നുന്ന കമന്റുകളെല്ലാം മൊത്തത്തിൽ നമ്മുടെ കമന്റ് ബോക്സും നമ്മുടെ വോട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മുടെ അതെ രണ്ട് വഴിക്കാണ് പോകുന്നത്. കൃത്യമായിട്ടും അത് UDFന് കിട്ടാൻ വേണ്ടി. എന്തായാലും അവസാനിപ്പിക്കാം. രേവന്ത് റെഡ്ഡിയുടെ മാസ് ഡയലോഗുകൾ UDF പാളത്തിന് വൻ ആവേശമുണ്ടാക്കി എന്നത് വസ്തുതയാണ്. BJPയുമായി LDFന് ഫെവിക്കോൾ ബന്ധമാണെന്നും കേരളത്തിൽ വികസന മുരടിപ്പും അഴിമതിയും ഭരണപരാജയമാണെന്നും അടക്കമുള്ള രേവന്തിന്റെ ആരോപണങ്ങളാണ് ഇപ്പോൾ UDF പ്രചരണത്തിൽ മുൻപന്തിയിലുള്ളത്. തെലങ്കാന മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ നിന്ന് ഭരണനിർവഹണത്തിന്റെ പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നും കേരളത്തിന്റെ ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നുമുള്ള പിണറായി വിജയന്റെ മറുപടി ഇടതു കാമ്പുകളിലും ഇപ്പോൾ വൈറലാണ്. രേവന്ത് റെഡ്ഡി ഉയർത്തിയ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊപ്പം ആണ് തങ്ങളെന്ന് വോട്ട് ചെയ്ത ന്യൂസ് മലയാളത്തിന്റെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് കോൺഗ്രസിനും UDFനും അനുകൂലമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുഡ് ഈവനിങ്.